ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് കുളം വൃത്തിയാക്കാൻ പോവുകയാണ്. ഗംഗാട്ടൻ അങ്ങ് മുന്നേ നടന്നുപോയി. ഭയങ്കര കാടാണ്. പക്ഷികളും കോഴിയും എല്ലാം ഇവിടെ വന്നിട്ടാണ് വെള്ളം കുടിക്കുക. ഇത് കുറച്ച് വീടിൻ്റെ മുറ്റത്തു നിന്ന് കുറച്ച് മാറിയാണ് ഈ വെള്ളം ഉള്ളത്. ഞാൻ അതിൻ്റെ അകത്ത് ആമ്പലിട്ടേക്കുക. അതിൻ്റെ അകത്ത് വന്ന് പക്ഷികളെല്ലാം വെള്ളം കുടിച്ചിട്ട് പോകുന്നതാണ്. ഓസിക്കൂടെ വരുന്ന പകുതി വെള്ളവും പുറത്ത് പോവും. ഇത് കണ്ടോ, വെള്ളം കിട്ടാഞ്ഞിട്ട് കുറുക്കനാണെന്ന് ഇങ്ങനെ കടിച്ച് ഓസെല്ലാം ഇങ്ങനെ കടിച്ച് കളയും. നമ്മൾ വെള്ളം വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ പകുതി വെള്ളവും പുറത്തേക്ക് പോകും. മൃഗങ്ങൾക്കും വെള്ളം വേണ്ടല്ലേ. ഇതാണ് ഓസ് പോയ വഴി. ഇതിലെ അങ്ങ് താഴോട്ട് പോയാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തും. 300 മീറ്ററുണ്ട് കുളവും വീടുമായിട്ട്. ഇതാണ് ഓസിട്ട് വഴി. കാടൊന്നും അല്ല കേട്ടോ, ഇത് ഓരോരുത്തരുടെ പറമ്പാണ്. ഇത് കണ്ടോ, ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. നേരത്തെ ആ ഇല്ലിക്കൂട്ടത്തിൻ്റെ എതിരെയാണ് ഓസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ പോകാൻ പറ്റുന്നില്ല, ഭയങ്കര മുള്ള. ഇത് കണ്ടോ, പാറയിൽ ആട്ടുംകാൽ കിഴങ്ങ്, ആട്ടുംകാൽ സൂപ്പ് വെക്കോ എന്നൊക്കെ പറയുന്നില്ലേ, അതാണിത്. ഇത് കണ്ടോ, ഇതാണത്. ഇത് കറുവയാണേ. ഞാനാണ് ഈ മരത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്തത്. ഈ പ്ലാവ് നിറച്ചും ചക്കയുണ്ട്. ആരും പറിക്കാനോ തിന്നാനോ ഒന്നുമില്ല. കാട്ടുപന്നിയൊക്കെ വന്ന് തിന്നു. നിലത്ത് ചക്ക. അങ്ങനെ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ തോടിൻ്റെ അടുത്തെത്തി. തോട്ടിലെ വെള്ളമെല്ലാം വറ്റിപ്പോയി. ഞാനിവിടെ ചവിട്ടിയപ്പോൾ ഇടിഞ്ഞു പോയതായത്. ഇവിടെ ഒരു കുളത്തിൽ വെള്ളമില്ല അല്ലേ. ഈ കുളത്തിൽ വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഇപ്പുറത്തേക്ക് വെള്ളം ഉണ്ടാവുള്ളൂ. ഒരു നടയിടണ്ടേ അവിടെ. കുറച്ച് വെള്ളമുണ്ട്. കുഴിയൊക്കെ തേക്കി കഴിയുമ്പോൾ ഇന്നലെ ഞാൻ വന്ന് വലിച്ചായിരുന്നു. കുറച്ച് വെള്ളമുണ്ട്. കുറച്ച് വെള്ളമുള്ളൂ. വേനലായി കഴിയുമ്പോഴത്തേന് വെള്ളം വറ്റിപ്പോവും. ഒരു മാർച്ച് പകുതിയോടുകൂടിയേ വെള്ളം കിട്ടുകയുള്ളൂ. മഴക്കാലത്ത് കുളം നിറഞ്ഞൊഴുകും. ഞങ്ങൾ ഈ സൈഡൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കെട്ടി വൃത്തിയാക്കി.